ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലേറ്റസ്റ്റ് അപ്ഡേറ്റ് വീഡിയോസ് കാണാൻ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുവരെ ദാ വെച്ചിട്ടാണ് താ ദന്തല്ലേ ദാ വെച്ചിട്ടാണ് ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് പഠിച്ചത്. ഇനി നമ്മൾ ധാ കഴിഞ്ഞിട്ട് എന്താ നാ വെച്ചിട്ടുള്ള വാക്കുകളായിരിക്കാം. ഇത് കഴിഞ്ഞു, നമ്മൾ ഇതെല്ലാം കഴിഞ്ഞു. താ കഴിഞ്ഞു, ധാ കഴിഞ്ഞു, ധാ കഴിഞ്ഞു, ധാ കഴിഞ്ഞു. പിന്നെ ഈ നാ വെച്ചിട്ടുള്ള വാക്കുകൾ എന്തായിരിക്കും? ഒരുപാട് വാക്കുകൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് അല്ലേ? ടെക്സ്റ്റ് ബുക്ക് തുറന്നു കഴിഞ്ഞാൽ ഒരുപാട് നാ വെച്ചിട്ടുള്ള മലയാളം ടെക്സ്റ്റ് ബുക്കിലും പത്രത്തിലായാലും ഇനി കുഞ്ഞു പേപ്പറിലായാലും നമുക്ക് തുറന്നു നോക്കുമ്പോൾ നാ വെച്ചിട്ടുള്ള വാക്കുകളെ അധികം ഉണ്ടാവാറുണ്ട്. അത് നാ അതിൽ കണക്റ്റായിട്ട് എന്തായാലും വരാറുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് നാ സ്റ്റാർട്ടിങ്ങിലുള്ള വാക്കുകളായിരിക്കാം എന്താ നമുക്ക് പഠിക്കാനുള്ളത് അല്ലേ? എങ്ങനെയാണ് അത് എഴുതുക, ഏതൊക്കെയായിരിക്കും എന്നുള്ളത്. സാധാരണ നമ്മുടെ ശരീരത്തിൽ തന്നെ ഫസ്റ്റ് വരുന്നൊരു നാ വെച്ചുള്ള വാക്കുകൾ എന്താ? നഖം. നമ്മുടെ കയ്യിൻ്റെ ഈ വിരലിലുള്ള ഒരു നഖം നിങ്ങൾ കണ്ടില്ല? അപ്പോൾ നാ വെച്ചിട്ട് നഖം. അപ്പോൾ നഖം എങ്ങനെ എഴുതാൻ നോക്കാം? നാ വെച്ചിട്ട് നഖം, ഈ ഘം. അപ്പോൾ നഖം. നഖം എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ കൈൻ്റെ ഫിംഗേഴ്സിലായാലും ടോസിലായാലും കാലിൻ്റെ വിരലിലായാലും കൈൻ്റെ വിരലിലായാലും കാണുന്ന അതാണ് നഖം എന്ന് പറയുന്നത്. എല്ലാത്തിനും പക്ഷികൾക്കായാലും നഖങ്ങളുണ്ടാവും, അവർ ഷാർപ്പായതായിരിക്കും അല്ലേ? പിന്നെ പക്ഷി മൃഗങ്ങൾക്കുണ്ടാവും, എല്ലാത്തിലും നഖം ഉണ്ടാവും അല്ലേ? അപ്പം നഖം എന്താണെന്ന് ഞാൻ വെച്ചിട്ടുള്ള വാക്കിലൊന്ന് നഖം. പിന്നെ ഞാൻ വെച്ചിട്ട് എന്താണ്? ഞാൻ വെച്ചിട്ടുള്ള ഭാഷ നക്ഷത്രം. അപ്പം എല്ലാവർക്കും അറിയാം നക്ഷത്രം. ആകാശത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നക്ഷത്രങ്ങളെ കാണാത്ത ആരും ഉണ്ടാവില്ല. കുഞ്ഞു കുട്ടികൾ മുതൽ വലിയ ആളുകൾക്ക് വരെ നക്ഷത്രം ഭയങ്കര ഇഷ്ടമായിരിക്കും കാണുന്നത്. അതിങ്ങനെ മിന്നി കളിക്കുന്നത് നമുക്ക് തോന്നാറുണ്ട്. ചിലപ്പോൾ നമ്മൾ പറയും കുട്ടികളോട് അത് നമ്മളെ നോക്കി ചിരിക്കുന്നത് കണ്ടില്ല. അപ്പം അടുത്ത ഒരു വാക്ക് എന്ന് പറയുന്നതാണ് ഞാൻ വെച്ചിട്ടുള്ള നക്ഷത്രം. അതെങ്ങനെ എഴുതാമെന്ന് നമുക്ക് നോക്കാം. നക്ഷത്രം. അപ്പം രണ്ടാമത്തെ വേർഡാണ് നക്ഷത്രം എന്ന് പറയാൻ ഞാൻ വെച്ചിട്ടുള്ള. എന്താണെന്ന് മനസ്സിലായല്ലോ? അപ്പം അടുത്തത് ഞാൻ വെച്ചിട്ടുള്ള നനഞ്ഞ്. അടുത്തത് ഞാൻ വെച്ചിട്ടുള്ള വാക്കാണ് നനഞ്ഞ്. നനഞ്ഞെന്ന് പറഞ്ഞാൽ എന്താ? ചിലപ്പോൾ മഴ പെയ്യുകയാണെങ്കിൽ, ചിലപ്പോൾ മഴ കൊള്ളുകയാണെങ്കിൽ നമുക്ക് നനയൂ അല്ലേ? അപ്പം അതിനെ ഞാൻ വെച്ചിട്ടുള്ള ആദ്യം നനഞ്ഞ്. പിന്നെ എന്താ? വെള്ളം കുളിക്കുകയാണെങ്കിൽ നമ്മളെ ബോഡിയിൽ വെള്ളം ഒഴിക്കുകയാണെങ്കിൽ നനഞ്ഞെന്ന് പറയും നമ്മൾ. അപ്പോൾ ഞാൻ വെച്ചിട്ടുള്ള അടുത്ത വാക്ക് നനഞ്ഞ്. ഓക്കെ, അപ്പോൾ ഞാൻ വെച്ചിട്ടുള്ള മൂന്നാമത്തെ വാക്കും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നാലാമത്തത് ഞാൻ വെച്ചിട്ട് എന്താ വാക്ക് വരുന്നത് നോക്കാം. നമ്മളെല്ലാവരും ഈ ഫ്രൂട്ട്സിലൊക്കെ നമുക്ക് ഞാൻ വെച്ചിട്ടുള്ള വാക്കുകൾ ഒരുപാടുള്ള ഫ്രൂട്ട്സുകൾ ഉണ്ടാവും അല്ലേ? അപ്പോൾ അതിൽ ഒന്നാണ് നാരങ്ങ. അപ്പോൾ ചെറുനാരങ്ങ ഉണ്ട്, അല്ലാതെ ഓറഞ്ചിന് നമ്മൾ നാരങ്ങ എന്ന് പറയും അല്ലേ? ഓറഞ്ച് എന്നും പറയും, അതിന് നാരങ്ങ എന്നും പറയും. അപ്പോൾ അതിൽ ഞാൻ വെച്ചിട്ടുള്ള ഒന്നാണ് അടുത്ത വേർഡാണ് നാരങ്ങ. ഓക്കെ, അപ്പം നാരങ്ങ എന്നുള്ള നാലാമത്തെ വേർഡ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പം നഖന്നു പഠിച്ചു, നക്ഷത്രം, നനഞ്ഞ്, നാരങ്ങ, ഇതൊക്കെ ഞാൻ വെച്ചിട്ട് ഇപ്പോൾ പഠിച്ച വാക്കുകളാണ്. ഇനിയിപ്പോൾ അടുത്ത വാക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നഗ്നസത്യം എന്ന് നമ്മൾ പറയില്ലേ? അപ്പോൾ ചില ആളുകൾ അറിയോ ഇത് ഈ കാര്യം ഞാൻ പറഞ്ഞ നഗ്നസത്യമാണ് കേട്ടോ, ഇതിൽ കള്ളൊന്നുമില്ല, ഇതൊക്കെ ശരിയുള്ളൊരു കാര്യമാണ് നമ്മൾ പറയാറുണ്ട്. അപ്പം നഗ്നസത്യം എന്ന് പറയുന്ന സമയത്ത് ഇതിലൊരു കളവുമില്ല, ഇത് ശരിക്കും ഇത് സത്യകരമായുള്ളൊരു കാര്യമാണിത്. ഞാനതിങ്ങനെ വെറുതെ ചുമ്മാ പറഞ്ഞ കാര്യങ്ങളൊന്നുമല്ല, ആരെങ്കിലും പറഞ്ഞത് കേട്ടല്ല, ഇത് സത്യമായുള്ള കാര്യങ്ങളാണെന്നുള്ളതിന് സത്യത്തെ ഉറപ്പിച്ച് പറയുന്നതിനാണ് നഗ്നസത്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈ നഗ്നസത്യം എന്നുള്ളത് എങ്ങനെ എഴുതാൻ നോക്കാം. നഗ്നസത്യം. ഗായും നായും കൂടി ഇവിടെയും വീട് റിപ്പീറ്റ് ഞാൻ വന്നു ആദ്യത്തിലും. നഗ്നസത്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പറഞ്ഞല്ലോ എന്താണെന്നുള്ള അർത്ഥം. അപ്പോൾ ഈ ഒരു വേർഡിൻ്റെ മീനിങ്ങും നിങ്ങൾക്ക് മനസ്സിലായി. ഇനി അടുത്ത് ഞാൻ വെച്ചിട്ടുള്ള വാക്ക് എന്താണെന്ന് നോക്കാം. ഇപ്പം നമുക്ക് കയ്യിലിപ്പോൾ 5 ഫിംഗേഴ്സ് ഉണ്ട്, അപ്പോൾ വിരലുകളുണ്ട്. ഇപ്പോൾ ഈ നടുവിരൽ എന്നൊക്കെ പറയും നമ്മൾ അല്ലേ? നടുവിലുള്ള ഭാഗം എന്ന് പറയും, നടു കഷ്ണം എന്ന് പറയും അല്ലേ? അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കേക്ക് കട്ട് ചെയ്യണം, എനിക്ക് ആ നടുക്കുള്ള ഭാഗം വേണമെന്ന് പറയും. അപ്പോൾ അതിൽ നടുവിൽ എന്ന് പറയുന്നത് ഒരു ഞാൻ വെച്ചിട്ടുള്ള ഒരു വേർഡാണ്. അപ്പോൾ നടുവിൽ ഇപ്പം എന്തെങ്കിലും ഒരു എക്സാമ്പിൾ ഇതാ, ഒരു സർക്കിളിൻ്റെ ഇതിൻ്റെ നടുവിൽ ഒരു ഹോൾ ഇടണം അല്ലെങ്കിൽ ദ്വാരം വെക്കണം എന്നൊക്കെ നമ്മൾ നടുവിൽ എന്ന് പറയും. അതുപോലെ തന്നെയാണ് ഇതും നടുവിൽ. ഇങ്ങനെ എഴുതാൻ നോക്കാം. നടുവിൽ.
അപ്പോൾ ഞാൻ വെച്ചിട്ടുള്ള വാക്കാണ് അടുത്ത നടുവിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞാൻ വെച്ചിട്ടുള്ള അടുത്ത വാക്ക് എന്താ? ഇപ്പം ആദ്യവും ഇപ്പൊക്കെ വയലുകളൊക്കെ അപൂർവമാണ് ഉള്ളത്. പക്ഷെ എങ്കിൽ പോലും ചില ഗ്രാമപ്രദേശത്ത് ചില സ്ഥലങ്ങളിലൊക്കെ പോയാൽ നമുക്ക് വയലുകളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ വയലുകളിൽ കൂടെ പോകുന്ന സമയത്ത് ഈ വയലിൻ്റെ നടുക്കൂടെ ഒന്നും നമുക്ക് നടക്കാൻ പറ്റില്ല. അതിന് അതിൻ്റേതായ ഒരു വഴി ഉണ്ടാവും. അപ്പോൾ അതിന് നടവരമ്പ് എന്ന് പറയും. അപ്പോൾ നടവരമ്പ് നടന്നു പോകാനുള്ളൊരു വരമ്പ്, ചെറിയ കുഞ്ഞു വരമ്പായിരിക്കും ആ വയലിൻ്റെ നടുക്ക് കൂടെ ഉണ്ടാവുക, അല്ലെങ്കിൽ എങ്ങോട്ടാണോ നമുക്ക് പോകേണ്ട സ്ഥലത്തേക്ക് ഉണ്ടാകുന്ന വരമ്പ്. അപ്പോൾ അതിനാണ് നടവരമ്പ്. അപ്പോൾ അവിടെയും ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൊരു വാക്കാണ് വന്നിരിക്കുക. അപ്പോൾ ഞാൻ വച്ചിട്ടുള്ളൊരു വാക്കാണ് നടവരമ്പ്. ഓക്കെ, നടവരമ്പ് എന്താണെന്നുള്ളത് മനസ്സിലായില്ലേ? അത് ഇനി ഇപ്പം എങ്ങനെ എഴുതാമെന്ന് നമുക്ക് നോക്കാം. നടവരമ്പ്. ഓക്കെ, നടവരമ്പ്. ഇപ്പം ഉണ്ട് ഇത്രയും വാക്കുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്തത് എന്താ ഞാൻ വെച്ചിട്ടുള്ള വാക്ക് നോക്കാം. നഗ്നം. നഗ്നം എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നുമില്ലാത്തത്. അപ്പം നഗ്നമായ കണ്ണുകൾ കൊണ്ട് എന്നൊക്കെ പറയും. അപ്പോൾ കണ്ണിന് പ്രത്യേകിച്ചും വേറെ ഒന്നും വെക്കാതെ നമ്മുടേതായ കണ്ണുകൾ കൊണ്ട് തന്നെ വേറെ ആ കണ്ണിൽ കൂടെ വേറെ ഇപ്പോൾ എന്തെങ്കിലും ഒരു ഗ്ലാസ് വെച്ച് നോക്കുക ഒന്നും ചെയ്യാണ്ട് നമ്മളെ നഗ്നമായ നമ്മളെ കണ്ണുകൊണ്ട് തന്നെ നോക്കുന്നതിനാണ് നഗ്നം എന്ന് പറയുന്നത്. ഒന്നും അതിനൊരു ഇതുമില്ല, മറവില്ലാതെ കാണുന്നതിനെയാണ് നഗ്നം എന്ന് പറയുന്നത്. അപ്പോൾ നഗ്നം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലാത്തത്. നഗ്നം. അപ്പോൾ ഞാൻ വെച്ചിട്ട് നഖം, നക്ഷത്രം, നനഞ്ഞ്, നാരങ്ങ, നഗ്നസത്യം, നടുവിരൽ, നടവരമ്പ്, നഗ്നം. ഇനി ഞാൻ വെച്ചിട്ടുള്ള അടുത്ത വാക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നാടുവാഴി. അപ്പോൾ നാടുവാഴി എന്ന് പറയുന്നത് നമ്മളിപ്പോഴൊന്നും നാടുവാഴി ഉണ്ടാകില്ല. ആദ്യകാലങ്ങളിൽ ഓരോ നാട്ടുപ്രദേശങ്ങളും ഭരിച്ചിരുന്ന ആളുകളെയാണ് നാടുവാഴി എന്ന് പറയുന്നത്. നാടുവാഴികളായിരുന്നു ആ ഒരു ഏരിയ. അവരെ എത്രയാണോ സ്ഥലമുള്ളത് അവർക്കുണ്ടായിരുന്ന ഏക്കറോളം സ്ഥലങ്ങളിലെ അടിയാന്മാരും കുടിയാന്മാരും ഉണ്ടാകും. അവരുള്ള വയലുകളിലൊക്കെ പണിയെടുക്കുന്ന കുറേ പേരുകളുണ്ടാവും. ആ ആളുകളെയൊക്കെ ഭരിച്ച് അവരെ കാര്യങ്ങൾ നോക്കിയിരുന്നു, അവരെ ജോലി ചെയ്യിപ്പിച്ചിരുന്നൊരു നാടുവാഴി ഉണ്ടായിരുന്നു. ആ നാടിനെ മാത്രം ഭരിക്കുന്ന, അല്ലാതെ ആ മൊത്തം ഈ രാജ്യത്തെ മുഴുവനല്ല, ആ നാടിനെ മാത്രം ഭരിക്കുന്ന ആളുകളുണ്ടായിരുന്നു. അവരെയാണ് നാടുവാഴി എന്ന് പറയുന്നത്. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. ആ വാക്ക് എങ്ങനെ എഴുതാന്ന്. നാടുവാഴി. അടുത്ത നാ വെച്ചുള്ള വാക്ക് അതാണ്. അടുത്ത നാ വെച്ചിട്ടുള്ള വാക്ക് എന്താണ്? നാട്. അത് എൻ്റെ നാടാണ് നമ്മൾ പറയും. കേരളം ആരെ നാടാണ്? നമ്മളെ നാടാണ്. അപ്പോൾ നാട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, ഇന്ന നാട്. നാടെന്ന് പറയുന്നത് നമ്മൾ താമസിക്കുന്നത് നമ്മളെ ആ ഒരു സ്ഥലമല്ല, നമ്മൾ ഏത് രാജ്യത്താണോ താമസിക്കുന്നത് അവിടെ ആ നാട് എന്നാണ് പറയുന്നത് ഇവിടെ. അപ്പോൾ നാട് എങ്ങനെ എഴുതാൻ നോക്കാം. നാട്. ഇപ്പോൾ പറയാം എൻ്റെ നാട്ടിൽ പോയി ഞാൻ വരികയാണ്. ചിലപ്പോൾ എൻ്റെ നാട് എന്ന് പറയുന്നത് ചിലപ്പോൾ കോഴിക്കോടായിരിക്കും, വടകര, അങ്ങനെ ഏതെങ്കിലും, കണ്ണൂർ, തലശ്ശേരി, തിരുവനന്തപുരം, അങ്ങനെ ഏതെങ്കിലും. പിന്നെ കേരള നാട്ടിൽ എന്ന് അങ്ങനെയൊക്കെ പറയുന്ന പോലെ നാട് എന്ന് പറയുന്ന ഒരു ഏരിയ ആണത്. അടുത്തത് ഞാൻ വെച്ചിട്ടുള്ള വാക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നദി. നദി എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയുന്നത് പുഴകൾ അല്ലേ, നദികളാണല്ലേ. ഒരുപാട് നദികളെ പേര് നമുക്ക് ഗംഗ, യമുന അങ്ങനെയൊക്കെ പറയും പോലെ ഒരുപാട് നദികളെ നമുക്കറിയാം. അപ്പോൾ ആ നദി അതിലുള്ള ഒന്നാണ് ഒരു ഞാൻ വെച്ചുള്ള വാക്കാണ് നദി. നദി എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ വെച്ചുള്ള നദി അടുത്ത വാക്ക് പഠിച്ചു. പിന്നെ ഞാൻ വെച്ചുള്ള വാക്ക് എന്താണ്? നടൽ. എന്താ? അപ്പോൾ നടൽ എന്ന് പറയുമ്പോൾ എന്താ നടൽ എന്ന് വിചാരിക്കും. ഇപ്പോൾ വയലിൽ ആയാലും പിന്നെ ഞാറ് നടുക എന്ന് പറയുക, അല്ലെങ്കിൽ ഒരു വൃക്ഷം നടുക, ഒരു ചെറിയൊരു ഒരു മരം വെട്ടിക്കഴിഞ്ഞാൽ നമ്മളൊരു വൃക്ഷം നടണം അവിടെ എന്ന് പറയുമ്പോൾ ഒരു ചെടീനെ അവിടെ നടുക, അങ്ങനെ ഒരു മരമായി മാറുമല്ലോ പിന്നീട്. അപ്പം അങ്ങനെ നടുന്നതിന് എന്താണോ നമ്മൾ മണ്ണിൽ കുഴിച്ചിടുക, എന്തെങ്കിലും പുതിയതായി അവിടെ സ്ഥാപിക്കുകയോ അല്ലെങ്കിൽ നടുകയോ ഉണ്ടാക്കുകയോ ചെയ്യുമ്പോൾ അതിന് നടുക എന്ന് പറയും. അപ്പം അതെങ്ങനെ എഴുതാൻ നോക്കുക. നടുക, നടൽ. അടുത്ത വാക്ക് ഞാൻ വെച്ചിട്ട് എന്താണ്? നാടകം. നാടകം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്മളത് മനുഷ്യർ ഒരു കഥ ഉണ്ടാക്കി അതിൽ
അവതരിപ്പിക്കുക. ഒരു ലൈഫിനായിട്ട് ബന്ധപ്പെട്ട് ജീവിതത്തിനായിട്ട് ചിലപ്പം എന്തെങ്കിലും ഒരു കഥയെ ബേസായിട്ട് അത് അവതരിപ്പിക്കുക. നാടകം അത് അഭിനയിച്ച് കാണിക്കുന്നതിന് നാടകം എന്ന് പറയുന്നത്. അപ്പോൾ അതിലും ആണ് ഉള്ളത്. അപ്പോൾ എങ്ങനെയാണ് നാടകം എന്ന് എഴുതാൻ നോക്കാം നമുക്ക്. നാടകം. അപ്പം ഞാൻ വെച്ചിട്ട് നാടകം പഠിച്ചു. അപ്പോൾ നാടകത്തിൽ തന്നെ ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. സ്ത്രീ കഥാപാത്രം ഉണ്ടാവും, പുരുഷ കഥാപാത്രങ്ങളുണ്ടാവും. അപ്പോൾ പുരുഷ കഥാപാത്രത്തിന് നമ്മൾ നടൻ, അതിലും ഞാൻ വെച്ചില്ലേ നടൻ. ഇപ്പോൾ സ്ത്രീ കഥാപാത്രത്തിന് നടി എന്ന് പറയുന്നു. അപ്പം ഈ ഒരു നാടകത്തിൽ തന്നെ 3 വന്ന് നാടകം, നടൻ, നടി. അപ്പം ഈ നാടകത്തിനോട് കണക്റ്റ് ആയിട്ടാണ് വരുന്നത്. അപ്പം ഈ പുരുഷ കഥാപാത്രത്തിന് നടൻ എന്ന് പറയും. അപ്പം അതെങ്ങനെ എഴുതാൻ നോക്കാം നമുക്ക്. നടൻ. അപ്പം സ്ത്രീ കഥാപാത്രത്തിന് എന്ത് പറയും? സ്ത്രീയായിട്ട് അഭിനയിക്കുന്നത്, സ്ത്രീകൾ മാത്രമല്ല അഭിനയിക്കുന്നതിനെ കുറിച്ച് എന്താ പറയുക? സ്ത്രീകൾ മാത്രം മീൻസ് നടിയായിട്ട്, നടന്മാർ ഇപ്പോൾ ഫിലിമിലായാലും നാടകത്തിലായാലും ഒക്കെ നടനും നടികളൊക്കെ ഉണ്ടാവില്ല അഭിനയിക്കുന്നത്. അപ്പോൾ സ്ത്രീ കഥാപാത്രത്തിനെയാണ് നമ്മൾ നടി എന്ന് പറയുന്നത്, പുരുഷനെ നടൻ എന്ന് പറയുന്നു. അപ്പോൾ സ്ത്രീനെ നടി എന്ന് പറയുന്നത് അതെങ്ങനെ എഴുതാൻ നോക്കാം നമ്മൾ. നടി. ഓക്കെ. അപ്പം ഞാൻ വെച്ചിട്ട് നഗ്നം പഠിച്ച്, നാടുവാഴി പഠിച്ചു. നാട്, നദി, നടൽ, നാടകം, നടൻ, നടി.